നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിലും ഒമാനിലെ കൂടുതൽ തസ്തികകളിൽ സ്വദേശിവൽക്കരണം. പൊതുമേഖലയിൽ കൺസൾട്ടന്റ് എക്സ്പേർട്ട് തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ തൊഴിൽ കരാർ ഇനി പുതുക്കില്ല. ഈ മേഖലയിലെ 70% വിദേശികളെ കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പിരിച്ചുവിടാനാണ് ദിവാൻ ഓഫ് റോയൽ കോർട്ട് നിർദ്ദേശം പങ്കുവച്ചിരിക്കുന്നത്. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഇത്തരം നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കൺസൾട്ടന്റ് എക്സ്പേർട്ട് സ്പെഷ്യലൈസ്ഡ് മാനേജർ തസ്തികയിൽ 25 വർഷത്തിലേറെയായി സേവനം ചെയ്തുവരുന്ന സ്വദേശികൾക്ക് വിരമിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടാനൊരുങ്ങുകയാണ് സ്വകാര്യ കമ്പനികൾ. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾക്ക് പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു. ഒട്ടേറെ കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിലാണ് തുടരുന്നത്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വിദേശ തൊഴിലാളികളെ പിരിച്ചുവിടാൻ സർക്കാർ അനുമതിയും നൽകിയിരുന്നു. ഈ വർഷം ടൂറിസം മേഖലയിൽ മാത്രം 44.1% സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ലോജിസ്റ്റിക്സ് വ്യവസായ മേഖലയിൽ യഥാക്രമം 20%, 35% എന്നിങ്ങനെയും സ്വദേശിവൽക്കരണം നടപ്പാക്കും. ഇത് തിരിച്ചടിയാകുന്നത് ഒത്തിരിയേറെ പ്രവാസികൾക്കാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.